അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലായിട്ട് ബന്ധപ്പെട്ട കഥയാണ്. അതും ചിലപ്പോൾ എന്താണ് നീളാൻ സാധ്യതയുണ്ട്. എങ്ങനെയായാലും ഞങ്ങളുടെ കണക്കുകൂട്ടൽ അനുസരിച്ച് നമുക്ക് പിന്നെ എന്താണ് ഡിസംബർ അവസാനമോ ജനുവരിയോ, മിക്കവാറും ജനുവരി ആയിരിക്കും ഒരു പുതുവർഷ സമ്മാനം എന്നൊക്കെയുള്ള നിലയിൽ ചിലപ്പോൾ ഒരു ഗഡു DA കൊടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ കൊടുത്തതിന് ശേഷം ബാക്കി ബാക്കി DA എല്ലാം കൂടി ശമ്പള പരിഷ്കരണം, വരാൻ പോകുന്ന ശമ്പള പരിഷ്കരണത്തിലേക്ക് പോകും. അത് കമ്മിറ്റി വയ്ക്കുന്നത് ജ്യോതിലാൽ, KR ജ്യോതിലാലിനെ IASനെയാണ് കമ്മിറ്റി വയ്ക്കുക എന്ന് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിനെതിരെ അദ്ദേഹം കൃഷി വകുപ്പിലിരുന്നപ്പോൾ അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്തില്ല. ഞങ്ങളുമായിട്ടൊക്കെ അദ്ദേഹം പിന്നെ സർക്കാർ ജീവനക്കാരുടെ കാര്യങ്ങൾ നോക്കുന്ന ആളല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു വാശിയൊക്കെ ഉള്ള ആളാണെന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഞാനും ശ്രീ KR ജ്യോതിലാൽ അവരോടൊപ്പം ജോലി ചെയ്തിട്ടുണ്ട്. സർക്കാരിന്റെ നയമാണല്ലോ, KR ജ്യോതിലാൽ IASന്റെ നയമല്ലല്ലോ നടപ്പിലാക്കുന്നത്, സർക്കാരിന്റെ നയമാണ്.